ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിക്കുമ്പോൾ പലപ്പോഴും വിവാദങ്ങൾ ഉണ്ടാവാറുണ്ട്. അതായത് അർഹതപ്പെട്ടവർക്കല്ല കിട്ടിയത്, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച ഒരു നടനോ നടിക്കോ അവാർഡ് കിട്ടാതെ വരുമ്പോഴൊക്കെ നമുക്ക് നിരാശയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അതുപോലെ കുറച്ച് നാഷണൽ അവാർഡിലെ ഒരു ലിസ്റ്റാണ്, അത് കുറച്ച് വർഷങ്ങളുടെ ഒരു ലിസ്റ്റാണ്. ഇതിൽ ഫൈനൽ റൗണ്ടിൽ എത്തിയിട്ട് മിസ്സായി പോയ കുറച്ച് ആളുകളും അവരുടെ സിനിമകളെ കുറിച്ചൊക്കെയാണ്. അതാണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ലിസ്റ്റ് എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയതാണ്. ഇത് ഏത് മാഗസീൻ്റെ ആണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പറിൻ്റെ കട്ടിംഗ് ആണോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഇപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്നത് നാഷണൽ അവാർഡ് ഫൈനലിസ്റ്റ് ഫോർ ബെസ്റ്റ് ആക്ടർ, അത് 1988 മുതൽ അങ്ങോട്ടുള്ള ലിസ്റ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 88 അന്ന് അവാർഡ് കിട്ടിയത് മികച്ച നടൻ പ്രേംജി ആയിരുന്നു. അത് പിറവി എന്ന് പറയുന്ന സിനിമയ്ക്ക് നമുക്ക് മലയാളത്തിന് ഒരുപാട് അഭിമാനിക്കാവുന്ന ഒരു വലിയൊരു അവാർഡ് ആയിരുന്നു അദ്ദേഹത്തിന് കിട്ടിയത്. അന്ന് ഫൈനലിസ്റ്റ് ആയിരുന്നത് ഇത് എന്താ പറയുക, പ്രേംജിക്ക് തൊട്ട് താഴെ നിന്നിരുന്നത് ആമിർ ഖാൻ ആയിരുന്നു. ഖയാമത്ത് സെ ഖയാമത്ത് തക് എന്ന് പറയുന്ന സിനിമയ്ക്കായിരുന്നു. അത് ആമിർ ഖാൻ്റെയൊക്കെ തുടക്കകാലത്തെ ഉള്ള സിനിമയാണ്. അന്ന് ഭയങ്കര സെൻസേഷണൽ ആയിട്ടുള്ള ഒരു സിനിമയൊക്കെ ആയിരുന്നു. ആമിർ ഖാൻ അതിൽ നല്ല പെർഫോമൻസ് ഒക്കെ ആയിരുന്നു. പക്ഷേ അന്ന് ജൂറി മികച്ച നടനായി തിരഞ്ഞെടുത്തത് പ്രേംജിനെ തന്നെയായിരുന്നു. തൊട്ടടുത്ത വർഷം 89 മികച്ച നടൻ മമ്മൂട്ടിയായിരുന്നു. നമുക്കറിയാം 89 അന്ന് വടക്കൻ വീരഗാഥ, മതിലുകൾ, ഈ സിനിമകളൊക്കെ ആയിരുന്നു അന്ന് അവാർഡ് കിട്ടിയത്. അന്ന് സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടിയ ആളായിരുന്നു മോഹൻലാൽ, കിരീടത്തിന്. ഇതിലും ഫൈനലിസ്റ്റ് മോഹൻലാൽ തന്നെയാണ്. അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ വളരെ ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. ഞാനിവിടെ വായിച്ചിട്ടുണ്ട്, അന്ന് ഒരു വോട്ടിന് എന്തോ ആണ് അന്ന് മോഹൻലാലിന് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയത്. കുറേ പേര് വോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ ഫൈനൽ വോട്ടിൽ കൂടുതൽ ആളുകൾ, ഒരു വോട്ട് കൂടുതൽ കിട്ടിയത് മമ്മൂട്ടിക്കായിരുന്നു. കാരണം മമ്മൂട്ടിക്ക് ഈ പറഞ്ഞ 2 സിനിമകൾ ഉണ്ടായിരുന്നതുകൊണ്ട് മമ്മൂട്ടിക്ക് കിട്ടിയത്. മോഹൻലാലിന് ഒരൊറ്റ സിനിമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും അത് മമ്മൂട്ടിക്ക് തന്നെയാണ് കിട്ടിയത്. നമ്മളെ മലയാളത്തിന് അഭിമാനം തന്നെയാണ്. ഇത് തന്നെ 1990 അമിതാഭ് ബച്ചൻ, അതാണ് എനിക്ക് അഗ്നിപഥ് എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കല്ല. അപ്പോൾ നമ്മൾ ഒരുപാട് ആ വാർത്ത പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതായത് അന്ന് പെരുന്തച്ചൻ ഫൈനൽ റൗണ്ടിലൊക്കെ ഉണ്ടായിരുന്നു. പെരുന്തച്ചന് തിലകൻ അവാർഡ് കൊടുക്കാതെ അമിതാഭ് ബച്ചന് ഒരു മസാല സിനിമയ്ക്ക് അവാർഡ് കൊടുത്തു. അത് അന്നത്തെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഒക്കെ വെച്ചിട്ടാണ് അമിതാഭ് ബച്ചന് കിട്ടിയതെന്നൊക്കെ കുറേ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിലിപ്പോൾ ലിസ്റ്റിൽ ഉള്ളത് തിലകനല്ല. ഇതിൽ ഫൈനലിസ്റ്റ് ആയിട്ടുള്ളത് പങ്കജ് കപൂറാണുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് തിലകൻ ഫൈനൽ റൗണ്ടിൽ എത്തിയിട്ടുണ്ടാവും. പക്ഷേ ഏറ്റവും അവസാനത്തെ ഒരു സെലക്ഷൻ പ്രോസസ്സ് എത്തിക്കഴിഞ്ഞപ്പോൾ അതിൽ അമിതാഭ് ബച്ചനും പങ്കജ് കപൂറായിരുന്നു. പിന്നെ 91 അന്ന് മോഹൻലാൽ, ഭരതം എന്ന് പറയുന്ന സിനിമയ്ക്കാണ് മോഹൻലാലിന് അവാർഡ് കിട്ടിയത്. അന്ന് തൊട്ട് താഴെ ഈ പറഞ്ഞ ഫൈനലിസ്റ്റ് ആയത് സൗമിത്ര ചാറ്റർജി എന്ന് പറയുന്ന നടനായിരുന്നു. പക്ഷേ നമുക്ക് എന്തായാലും അത് മലയാളത്തിന് അഭിമാനം തന്നെയാണ്, മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടന് ഭരതത്തിന് അവാർഡ്. ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡും മോഹൻലാൽ തന്നെയായിരുന്നു. പിന്നെ 92 മിഥുൻ ചക്രവർത്തിക്കാണ് മികച്ച നടനുള്ള അവാർഡ് കിട്ടിയത്. അന്ന് അവസാനം വരെ പോരാടിയ ഒരു നടനായിരുന്നു മോഹൻലാൽ. സതയം, ഇന്നും നമ്മൾ പറയാറുള്ളതാണ്, സതയത്തിന് മോഹൻലാലിന് അവാർഡ് കിട്ടിയില്ല എന്നുള്ളത് നിരാശയെക്കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു കമൽഹാസൻ എവിടെ പറഞ്ഞിട്ടുണ്ടോ തോന്നുന്നു, മോഹൻലാലിന് സതയത്തിന് കിട്ടാത്ത ഒരു നാഷണൽ അവാർഡിന് എന്ത് വിലയാണുള്ളത്, അങ്ങനെ അതുപോലെ എന്തോ അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ 93 മമ്മൂട്ടി, അതായത് അന്ന് വിധേയനും പൊന്തന്മാടയ്ക്കുമാണ് മമ്മൂട്ടിക്ക് കിട്ടിയത്. അന്ന് ശശി കപൂർ ആയിരുന്നു തൊട്ട് മമ്മൂട്ടിയോടൊപ്പം മത്സരിച്ച് ഫൈനലിസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ 94 നാനാ പടേക്കർ മികച്ച നടനായപ്പോൾ നാനാ പടേക്കറിനോട് മത്സരിച്ചത് അന്ന് വിഷ്ണു ഗർഗോറിയ എന്ന് പറയുന്ന ഒരു നടനായിരുന്നു. പിന്നെ 95 ഇതുപോലെ കുറച്ച് രസകരമായിട്ടുള്ള, അന്ന് മികച്ച നടനായത് രജത് കപൂറാണ്. അന്ന് ഫൈനൽ റൗണ്ടിൽ ഉണ്ടായിരുന്ന ആൾ ഫൈനലിസ്റ്റ് ആയത് മോഹൻലാലായിരുന്നു, കാലാപാനിയിൽ. അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ നോക്കുമ്പോൾ മോഹൻലാൽ പലപ്പോഴും ഫൈനലിസ്റ്റായിട്ട് ഒന്ന് മിസ്സായിട്ടുണ്ട്. നമുക്കറിയാം ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് മോഹൻലാലിനായിരുന്നു, സ്പടികവും കാലാപാനിയും കൂടിയാണ് കിട്ടിയത്. ഇപ്പോൾ ഇതിലെന്തായാലും മോഹൻലാൽ അന്ന് ഫൈനലിസ്റ്റ് ആയതാണ്. പിന്നെ 96 കമൽഹാസനായിരുന്നു. അതന്ന് ഇന്ത്യൻ അവേഷൻ മുഖി, എനിക്ക് തോന്നുന്നു 2 സിനിമകൾക്കും കൂടിയാണോ അതോ അതിൽ ഇന്ത്യന് മാത്രമാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും കമൽഹാസനായിരുന്നു അന്ന് മികച്ച നടനായത്. പക്ഷേ ഇതിലെ ഫൈനലിസ്റ്റിൻ്റെ ഇൻഫർമേഷൻ ഇതിലില്ല, നോ ഇൻഫർമേഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ 97 സുരേഷ് ഗോപി മികച്ച നടനായപ്പോൾ ഫൈനലിസ്റ്റ് ബാലചന്ദ്ര മേനോനും ഉണ്ടായിരുന്നു. പക്ഷേ 2 പേർക്കും വന്ന് കിട്ടി, സുരേഷ് ഗോപിക്കും ബാലചന്ദ്ര മേനോനും വന്ന് മികച്ച നടന്മാരായി. അന്ന് എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് അവാർഡ് അന്ന് സുരേഷ് ഗോപിക്ക് മാത്രമായിരുന്നു, ബാലചന്ദ്ര മേനോൻ അല്ലായിരുന്നു കിട്ടിയത്. പക്ഷേ നാഷണൽ അവാർഡ് പോയപ്പോൾ ഇവർക്ക് 2 പേരും മികച്ച നടന്മാരായി. പിന്നെ 98 അതിൽ മമ്മൂട്ടിയും അജയ് ദേവഗനും, ഇവർ 2 പേരും അന്ന് ബെസ്റ്റ് ആക്ടേഴ്സ് ആയിട്ട്. ഇവരുടെ ഫൈനലിസ്റ്റ് അതായത് മമ്മൂട്ടിക്കായിരുന്നു ഒന്ന് ആദ്യം വന്നത്, കൂടെ അജയ് ദേവഗനും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈക്വൽ കിട്ടിയിട്ടുണ്ടാവും, ഇവർക്ക് വോട്ടിംഗ് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ അവർ 2 പേർക്കും കിട്ടി. പിന്നെ 99 മോഹൻലാൽ, നമുക്കറിയാം വാനപ്രസ്ഥത്തിന്, അന്ന് മോഹൻലാലിന് വാനപ്രസ്ഥത്തിന് അവാർഡ് കിട്ടിയപ്പോൾ അന്ന് സ്പെഷ്യൽ ജൂറി അവാർഡായിരുന്നു, അന്ന് കലാഭവൻമണിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റ് അവാർഡും അങ്ങനെ തന്നെയായിരുന്നു, കലാഭവൻമണി ബോധം കെട്ട കഥയൊക്കെ നമുക്കറിയാം. പക്ഷേ ഇതിൽ ഫൈനലിസ്റ്റ് ഇപ്പോൾ കലാഭവൻമണിയല്ല, കമൽഹാസനായിരുന്നു ഹേറാമിന്.
പക്ഷെ അന്ന് ഹേറാമിന് കമൽഹാസന് അവാർഡ് കിട്ടിയില്ല, കിട്ടിയത് മോഹൻലാലിനായിരുന്നു. എനിക്ക് തോന്നുന്നു സ്പെഷ്യൽ അവാർഡ് ഒന്നും കിട്ടിയിട്ടില്ല, അത് കലാഭവൻ മണി. എനിക്ക് കുറച്ച് ഇവരെക്കാട്ടൊക്കെ ഈ മോഹൻലാലും കമൽഹാസനും തൊട്ട് താഴെ ആയിരിക്കാം അന്ന് വോട്ടിങ്ങിൽ കലാഭവൻ മണി. പക്ഷെ അന്ന് കമൽഹാസന് കൊടുക്കാതെ കലാഭവൻ മണിക്ക് എന്നാണ് സ്പെഷ്യൽ അവാർഡ് കൊടുത്തത്. പിന്നെ ഉള്ളത് 2000 അനിൽ കപൂറിന് ബെസ്റ്റ് അവാർഡ് കിട്ടിയ എനിക്ക് കൊണ്ട് പുകാർ എന്ന് പറയുന്ന സിനിമയ്ക്കായിരുന്നു. ബെസ്റ്റ് ആക്ടർ കിട്ടിയപ്പോൾ അന്ന് സൗമിത്ര ചാറ്റർജിക്കാണ് അന്ന് ഫൈനലിസ്റ്റ് ആയത്. പിന്നെ 2001 മുരളി, നമ്മുടെ മലയാളിയായ മുരളിക്ക് നെയ്ത്തുകാരനാണ് അന്ന് അവാർഡ് കിട്ടിയത്. അന്ന് ഫൈനലിസ്റ്റ് ആയിരുന്നത് ആമീർ ഖാൻ ആയിരുന്നു. ലഗാൻ, നമുക്കറിയാം ലഗാൻ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. ആമീർ ഖാൻ്റെ ശരിക്കും ഒരു എന്താ പറയുക വേറിട്ട ഒരു സിനിമ തന്നെയായിരുന്നു ലഗാൻ. പിന്നെ 2002 അജയ് ദേവഗനാണ് ബെസ്റ്റ് ആക്ടർ കിട്ടിയത്. അന്ന് ദയ എന്ന് പറയുന്ന സിനിമയ്ക്ക് പ്രകാശ് രാജായിരുന്നു ഫൈനലിസ്റ്റ് ആയത്. പിന്നെ 2003 വിക്രം, നമുക്കറിയാം പിതാമകൻ എന്ന് പറയുന്നൊരു സിനിമയിലൂടെ വിക്രമത്തിൻ്റെ നാഷണൽ അവാർഡ്. അതിന് തൊട്ട് മുമ്പ് ഈ പറഞ്ഞ പോലെ 99 മോഹൻലാലിന് അവാർഡ് കിട്ടിയ കഥ നമ്മൾ പറഞ്ഞു. അതിലിപ്പോൾ കമൽഹാസൻ ഹേറാമൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. 99 98 ഈ ഒരു വർഷമാണ് സേതു. എനിക്കൊന്ന് എക്സാക്ട്ലി എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല സേതു ഏത് വർഷമാണ്. 99 തന്നെയാണ്. അതെ, 99 റിലീസായി 99 മത്സരത്തിന് പോയ സിനിമയായിരുന്നു ഈ പറയുന്ന സേതു എന്നുള്ള സിനിമ. അതിലും ഫൈനൽ റൗണ്ടിലൊക്കെ വിക്രം ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പുറത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ 2003 വിക്രമിന് നാഷണൽ അവാർഡ് കിട്ടി. അന്ന് ഫൈനലിസ്റ്റ് ആയിരുന്നത് മനോജ് ബാജ്പേയി ആയിരുന്നു. പിന്നെ 2004 സെയ്ഫ് അലി ഖാൻ, അത് ഹംതും എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കായിരുന്നു സെയ്ഫ് അലി ഖാന് കിട്ടിയത്. അന്നും കുറേ വിവാദമൊക്കെ ഉണ്ടായിരുന്നു. സെയ്ഫ് അലി ഖാൻ അന്ന് അവാർഡ് കൊടുക്കാൻ മാത്രമുള്ള പെർഫോമൻസ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഫൈനലിസ്റ്റ് ആയത് ഷാറൂഖ് ഖാനാണ്, സ്വദേശ്. നമുക്കറിയാം സ്വദേശിലെ ഷാറൂഖ് ഖാൻ്റെ പെർഫോമൻസ് ഗംഭീര പെർഫോമൻസ് ഉണ്ട്. ഇപ്പോൾ ഈ അടുത്ത് ജവാന് ഷാറൂഖ് ഖാൻ അവാർഡ് കിട്ടിയപ്പോൾ എല്ലാവരും പറഞ്ഞാണ് അന്ന് കിട്ടിയില്ല, എന്നിട്ട് ഇപ്പോൾ ജവാനാണല്ലോ കൊടുത്തത് എന്നൊക്കെ. പക്ഷേ എങ്കിലും അന്ന് കിട്ടാത്ത അവാർഡ് ഷാറൂഖ് ഖാൻ ഇപ്പോൾ കിട്ടി എന്ന രീതിയിലൊക്കെ ചർച്ചകൾ ഇപ്പോൾ ഉണ്ടായിരുന്നു. എന്തായാലും സെയ്ഫ് അലി ഖാൻ ആദ്യത്തെ നാഷണൽ അവാർഡ് കിട്ടിയത്. പിന്നെ 2005 അമിതാഭ് ബച്ചൻ അന്ന് ബ്ലാക്ക് എന്ന് പറയുന്ന സിനിമയ്ക്കാണ് അതിലെ നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അന്ന് ഫൈനലിസ്റ്റ് ആയത് മോഹൻലാലായിരുന്നു തന്മാത്രയ്ക്ക്. പിന്നെ 2006 സൗമിത്ര ചാറ്റർജിക്കായിരുന്നു മികച്ച നടനായത്. അന്ന് ഏകാന്തം എന്ന് പറയുന്ന സിനിമയ്ക്ക് നമ്മുടെ മലയാളിയായ തിലകനാണ് ഫൈനലിസ്റ്റ് ആയത്. പിന്നെ 2007 പ്രകാശ് രാജിന് മികച്ച നടനുള്ള അവാർഡ് കിട്ടിയപ്പോൾ അപ്പുറത്ത് ഫൈനലിസ്റ്റ് ആയത് മോഹൻലാലായിരുന്നു പർദേശി എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക്. പിന്നെ 2008 ഉപേന്ദ്ര എന്ന് പറയുന്ന നടൻ, നമ്മുടെ ഉപേന്ദ്ര ലിമായ എന്ന് പറയുന്ന ഒരു നടനാണ്. അതിൽ ഫൈനലിസ്റ്റ് ആയത് നസറുദ്ദീൻ ഷാഹിദ് എ വെനസ്ഡേ എന്ന് പറഞ്ഞത്. എ വെനസ്ഡേ ഗംഭീര സിനിമയാണ്, നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ റീമേക്ക് മുന്നേ പോലെ ഒരു എന്ന് പറഞ്ഞ സിനിമ കമൽഹാസനും മോഹൻലാലും അഭിനയിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ നസറുദ്ദീൻ ഷാ ഫൈനൽ റൗണ്ടിൽ വരെ എത്തിയതാണ്. പിന്നെ 2009 അമിതാഭ് ബച്ചന് അവാർഡ് വീണ്ടും കിട്ടി. ബെസ്റ്റ് ആക്ടർ അമിതാഭ് ബച്ചനായപ്പോൾ അന്ന് കുട്ടി സായിലെ പെർഫോമൻസിന് മമ്മൂട്ടി ഫൈനലിസ്റ്റ് ആയത്. പിന്നെ 2010 സലീം കുമാറും അതുപോലെ തന്നെ ധനുഷും, ഈ രണ്ടുപേരും വന്നത്, രണ്ടുപേർക്കും അവാർഡ് കിട്ടി. പിന്നെ 2011 ഗിരീഷ് കുൽക്കർണി മികച്ച നടനായപ്പോൾ ഫൈനലിസ്റ്റ് ആയത് വിക്രമാണ് ദൈവത്തിന് മകൻ എന്ന് പറയുന്ന സിനിമയ്ക്ക്. അത് നമുക്കറിയാം ഒരു ഉഗ്രൻ പെർഫോമൻസ് തന്നെയായിരുന്നു വിക്രമിന് ആ സമയത്ത് കിട്ടിയത്. പിന്നെ 2012 ഇർഫാൻ ഖാൻ മികച്ച നടനായപ്പോൾ വിക്രം ഗോഖലെ എന്ന് പറഞ്ഞ നടനായിരുന്നു അന്ന് അവർ രണ്ടുപേർക്കും അവാർഡ് കിട്ടി. അതെ, ഇർഫാൻ ഖാനും വിക്രം ഗോഖലേക്ക് രണ്ടുപേർക്കും അന്ന് മികച്ച നടന്മാരായിട്ട് അവാർഡ് കിട്ടി. പിന്നെ 2013 രാജ്കുമാർ റാവു, സുരാജ് വെഞ്ഞാരമൂട്. സുരാജ് ഫൈനലിസ്റ്റ് ആയിട്ട് എത്തിയതാണ്, പക്ഷേ വോട്ടിങ്ങിൽ ഈക്വൽ വോട്ട് കിട്ടി. അവസാനം സുരാജിനെ ഒന്ന് ഞെട്ടിച്ചുകൊണ്ടിട്ടുള്ള നമ്മളൊരിക്കൽ മലയാളികൾ ഞെട്ടിയതാണ്. അത് ഡോക്ടർ ബിജുവിൻ്റെ ഒരു സിനിമയായിരുന്നു അത്. പിന്നെ 2014 സഞ്ചാരി വിജയ് എന്ന് പറയുന്ന നടനാണ് അവാർഡ് കിട്ടി. അതിൽ ഫൈനലിസ്റ്റ് ആരാന്നുള്ളതിൽ ഇൻഫർമേഷൻ ഇല്ല. പിന്നെ 2015 അമിതാഭ് ബച്ചന് മികച്ച നടനായി. അന്ന് ഫൈനലിസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അമിതാഭ് ബച്ചൻ്റെ തൊട്ട് താഴെ എത്രയോ ചെറിയൊരു ശതമാനം വോട്ടിങ്ങിന് വ്യത്യാസത്തിൽ അവാർഡ് നഷ്ടപ്പെട്ടത് നമ്മുടെ സ്വന്തം ജയസൂര്യയാണ്. സുധി വാൽമീകം എന്നുള്ള സിനിമയ്ക്കാണ്. എനിക്ക് തോന്നുന്നു ജയസൂര്യക്ക് അന്നൊരു നാഷണൽ അവാർഡ് എന്തോ ഒരു സ്പെഷ്യൽ അവാർഡ് എന്തോ പരാമർശം കിട്ടിയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഒന്ന് നോക്കണത്. എന്തായാലും ജയസൂര്യക്ക് അന്ന് സ്റ്റേറ്റ് അവാർഡ് എനിക്ക് തോന്നുന്നു ആ വർഷം ഇതേപോലെ തന്നെ സ്പെഷ്യൽ അവാർഡ് കിട്ടി. അത് എനിക്ക് തോന്നുന്നു സുധി വാൽമീകം ഉണ്ടായിരുന്നു, അപ്പൂത്തിക്കരി ഉണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ വേറെ ഏതൊരു സിനിമ അപ്പൂത്തിക്കരിക്കും ആ വർഷമാണോ അതോ ലുക്ക ചുപ്പി എന്ന് പറഞ്ഞ സിനിമ, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്തായാലും സ്റ്റേറ്റിലും എന്തോ ഒരു പരാമർശം കിട്ടിയിട്ടുണ്ട്, നാഷണൽ അവാർഡും ഒരു പരാമർശം കിട്ടിയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും അന്ന് മികച്ച നടനുള്ള അവാർഡ് ജയസൂര്യക്ക് നഷ്ടപ്പെട്ടു. പിന്നെ 2016 അക്ഷയ് കുമാറിന് മികച്ച നടനായപ്പോൾ മോഹൻലാലിന് ഫൈനലിസ്റ്റാണ്. ഇതിൽ മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്നുള്ള സിനിമയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ ആ വർഷം മോഹൻലാലിന് സ്പെഷ്യൽ ജൂറി അവാർഡ് കൊടുത്തിരുന്നു. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണ് 3 സിനിമകൾ, മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ, ജനതാ ഗ്യാരേജ്, പുലിമുരുകൻ, 3 സിനിമയ്ക്കും കൂടിയായിരുന്നു മോഹൻലാലിന് അന്ന് സ്പെഷ്യൽ അവാർഡ് കിട്ടിയത്. അപ്പോൾ ഫൈനലിസ്റ്റ് റൗണ്ടിൽ ഫൈനലിസ്റ്റായ മോഹൻലാലിന് സ്പെഷ്യൽ അവാർഡ് എന്ന് കൊടുത്തു. പിന്നെ 2017 ഋതി സെൻ എന്ന് പറഞ്ഞ നടനാണ് ബെസ്റ്റ് ആക്ടർ ആയത്. അന്ന് നമ്മുടെ മലയാളത്തിൽ ഇന്ദ്രൻസ്, ആളൊരുക്കം എന്ന് പറയുന്ന സിനിമയ്ക്ക് ഉള്ള ഇന്ദ്രൻസിന് അന്ന് മികച്ച നടനുകൾ നഷ്ടപ്പെട്ടു. ഇന്ദ്രൻസ് ആയിരുന്നു ഫൈനലിസ്റ്റ് ആയത്. പക്ഷെ എനിക്കൊണ്ട് ഇന്ദ്രൻസിന് അന്ന് സ്റ്റേറ്റ് അവാർഡ് എന്താ പറയുക നമ്മുടെ കേരള സർക്കാർ ഇന്ദ്രൻസിനെ അംഗീകരിച്ചു സ്റ്റേറ്റ് അവാർഡ് കിട്ടി. പിന്നെ 2018
രണ്ടുപേർക്കുണ്ട് അന്ന്, ആയുഷ്മാൻ ഖുറാനയും വിക്കി കൗശലും. അവർ രണ്ടുപേരും തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. വിക്കി കൗശലാണ് ഫൈനലിസ്റ്റ് ആയിട്ട് വന്നത്, രണ്ടുപേർക്കും അവാർഡ് കൊടുത്തു. പിന്നെ 2019 രണ്ടുപേരാണുള്ളത്, മനോജ് ബാജ്പേയി, ധനുഷ്, രണ്ടുപേർക്കും അവാർഡ് കിട്ടി. നമുക്കറിയാം ധനുഷ് അന്ന് അസുരൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ്. ഇതിന് മുമ്പ് ധനുഷിന് രണ്ടാമത്തെ അവാർഡ് വെട്രിമാരുടെ തന്നെ സിനിമയ്ക്ക് കിട്ടിയ അവാർഡ്. പിന്നെ 2020 സൂര്യയും അജയ് ദേവ്ഗൺ, നമുക്കറിയാം രണ്ടുപേർക്കും അന്ന് സൂര്യയും സൂര്യ റിപ്പോർട്ടർ എന്ന സിനിമയ്ക്ക് അപർണ ബാലപൂരിലേക്ക് കിട്ടിയതാണ്. രണ്ടുപേർക്കും അന്ന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ 2021 അല്ലു അർജുന് നമുക്കറിയാം പുഷ്പയ്ക്ക് അവാർഡ് കിട്ടി. അന്ന് വിക്കി കൗശലായിരുന്നു. സർദാർ ഉദ്ധം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വിക്കി കൗശലാണ് അന്ന് ഫൈനലിസ്റ്റ് ആയത്. വിക്കി കൗശൽ എന്തോ ചെറിയൊരു വോട്ടിംഗ് ശതമാനത്തിലാണ് വിക്കി കൗശലാണ് അവാർഡ് നഷ്ടപ്പെട്ടത്. തൊട്ടടുത്ത വർഷം 2022 അതാണ് അടുത്ത ഒരു ഋഷഭ് ഷെട്ടി കാന്താരയ്ക്കാണ് മികച്ച നടനായത്. അന്ന് ഫൈനൽ റൗണ്ടിൽ എത്തിയിട്ട് എന്താ പറയുക, മികച്ച നടൻ അവാർഡ് നഷ്ടപ്പെട്ടത് നമ്മുടെ സ്വന്തം കുഞ്ചാക്കോ ബോബനാണ്. എന്നാ കേസ് കൂടെ എന്ന് പറയുന്ന സിനിമ. ആ വർഷം സ്റ്റേറ്റ് അവാർഡ് കുഞ്ചാക്കോവിന് അന്ന് സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, നാഷണൽ അവാർഡ് കിട്ടേണ്ടതായിരുന്നു. പിന്നെ 2023 വിക്രം മാസിൻ, അതുപോലെ തന്നെ ഷാറൂഖ് ഖാൻ, രണ്ടുപേർക്കും കിട്ടി. എന്താ പറയുക, രണ്ടുപേർക്കും അവാർഡ് കിട്ടി. ഷാറൂഖ് ഖാൻ നമുക്കറിയാം ജവാനൊക്കെ അവാർഡ്. അപ്പോൾ ഇതുവരെയുള്ള ഒരു ലിസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ അതിൽ ശരിക്ക് മോഹൻലാലിന് ഫൈനൽ റൗണ്ടിൽ അവാർഡ് നഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ വായിച്ച ലിസ്റ്റിൽ ഫൈനൽ റൗണ്ടിൽ എത്തിയിട്ട് നഷ്ടപ്പെട്ടത് മോഹൻലാൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു അവാർഡുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് കുറേ ഓർമ്മകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ഈ വായിച്ച 58 മുതലുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും കുറച്ചുകൂടി എന്താ പറയുക ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയെങ്കിൽ അതൊന്ന് നമുക്ക് ഷെയർ ചെയ്യാം.